ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡെയിലി വ്ളോഗാണ് ചെയ്യുന്നത്. ഒരു മോർണിംഗ് ടു ഈവനിങ് റുട്ടീനാണ്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു, ചുവന്ന മുളകിട്ടു, എന്നിട്ട് സവാള ഇട്ട് കൊടുത്തു. പിന്നെ ഇതിൽ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ ഇന്നിപ്പോൾ ഇഞ്ചിയൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഉപ്മാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. അപ്പോൾ അതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ എന്തൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റെസിപ്പീസാണ് ട്രൈ ചെയ്യാൻ മാക്സിമം ഇഷ്ടം. അപ്പോൾ രാവിലെ എണീക്കാനൊക്കെ മടിയാണ്, പക്ഷേ മദ്രസ ഉള്ളതുകൊണ്ട് രാവിലെ എന്തായാലും എണീക്കണം. അപ്പോൾ അതാ ഒരാൾക്ക് മാത്രമാണ് ഉപ്മാവ് ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്കും മോനിക്കും നൂഡിൽസാണ്. ഹസ്ബൻഡിന് പിന്നെ അങ്ങനെ അതിനോട് വലിയ താല്പര്യമില്ല. കറി ഇരിപ്പുണ്ടായിരുന്നു തലേദിവസത്തെ, അപ്പോൾ ഉപ്മാവ് മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. റവൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഉപ്മാവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും ചെറുപ്പത്തിൽ വലിയ ഇഷ്ടമല്ല. കഴിക്കൽ തന്നെ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയിലേ ഇല്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഉപ്മാവൊക്കെ ഇങ്ങനെ പഠിച്ചത്. പിന്നെ എന്താ പറയുക, അധികം ഇവിടെ അങ്ങനെ രാത്രിയാണ് അധികം ഉണ്ടാക്കുക. കാരണം രാത്രി നമ്മൾ പെട്ടെന്ന് കഴിയുന്ന എന്തെങ്കിലും സംഭവങ്ങളായിരിക്കുമല്ലോ ഉണ്ടാക്കുക, ഗോതമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ റവ വെച്ചിട്ടൊക്കെ. പിന്നെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ രാവിലെ ഉണ്ടാക്കും. സ്കൂളിലുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല, കാരണം ലഞ്ചിലധികവും അവന് ബ്രേക്ക്ഫാസ്റ്റുള്ള കൊടുക്കുക. അതുകൊണ്ട് ഉപ്മാവൊന്നും അങ്ങനെ ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ അതാ ഞങ്ങൾക്കുള്ള ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് മദ്രസയിലൊക്കെ പോയി. അങ്ങനെ അവൻ പോയതിന് ശേഷം അവൻ്റെ ഒരു പാൻറ്റിന് കുടുക്ക് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഇരുന്നാണ്. അപ്പോൾ ഈ ബോക്സ് കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ഭയങ്കര സ്റ്റിച്ചിങ്ങിൽ ഇതുള്ള ആളാണെന്നൊന്നും. ഇതെൻ്റെ അല്ല, ഹസ്ബൻഡ് സിസ്റ്ററിൻ്റെ ആണ്. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് എനിക്കാകെ അറിയാവുന്ന കാര്യം ഈ കുടുക്ക് അടിക്കുക എന്നുള്ള മാത്രമാണ്. വേറെ സ്റ്റിച്ചിങ്ങിൻ്റെ ABCD അറിയാത്ത ആളാണ്. അപ്പോൾ ഇതാ അവൻ്റെ മദ്രസയുടെ പാൻറ്റിൻ്റെ കുടുക്ക് പോയതായിരുന്നു, പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വേറെ കുടുക്ക് വെച്ച് ഇനി തുന്നിയെടുക്കണം. അപ്പോൾ അതാണ് എനിക്കൊട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ സ്റ്റിച്ചിങ്. അതുകൊണ്ട് തന്നെ പഠിച്ചിട്ടുമില്ല. എൻ്റെ ഉമ്മക്കൊക്കെ അറിയാം. ഉമ്മ എനിക്ക് തോന്നുന്നു ഞാൻ 10th പഠിക്കുമ്പോൾ ചുരിദാറൊക്കെ അടിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ അടിക്കാറില്ല. അപ്പോൾ ആ ടൈമിലൊക്കെ ഉള്ള സാരിയൊക്കെ വെച്ചിട്ട് ആ ടൈമിൽ പഠിച്ച പാടായിരുന്നു. അപ്പോൾ എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള ചുരിദാർസ് അടിച്ചു തരുത്തായിരുന്നു ആ സമയത്തും എൻ്റെ പണി. അപ്പോൾ ട്യൂഷന് പോകുമ്പോഴൊക്കെ ഞാൻ അത് ഓരോ ദിവസം ഓരോന്ന് ഇട്ടിട്ടൊക്കെ പോകും. അങ്ങനെ പിന്നെ അതാ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു സിമ്പിളായിട്ടുള്ള റൈസാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ സോയാബീൻ വെച്ചിട്ട്. ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ വഴറ്റിയെടുത്ത് ഒരു മസാല പോലെ ചെയ്തെടുക്കുക ആദ്യം. അപ്പോൾ ഇതാ അതിന് വേണ്ടി എല്ലാം ഇട്ടിട്ട് വഴറ്റുന്നുണ്ട്. പിന്നെ സോയാബീൻ ഓൾറെഡി ഞാൻ ചൂടുവെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റി വെച്ചേക്കാണ്. പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, അതൊക്കെ കുറച്ച് കുറച്ചായിട്ട്, അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. മുളക് പൊടി എരിവുള്ളതായതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി തന്നെയാണ് ആഡ് ചെയ്യുക. പിന്നെ ഞാൻ റൈസിലേക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ആഡ് ചെയ്യില്ല. ഈ ഒരു മസാല തന്നെയാണ് ഉണ്ടാവുള്ളൂ, അതായത് കളർ കിട്ടാനൊക്കെ ഇത് തന്നെ മതി. അപ്പോൾ അത് ഇത്തിരി വെള്ളം ഒഴിച്ച് അതൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പും മഞ്ഞൾ, മുളക്, ഗരം മസാലയും വേണം ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെളിച്ചെണ്ണയിലൊന്ന് ജസ്റ്റ് ശാലോ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിത് മോനിക്ക് സ്കൂളിലെ സമയത്തും ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ലഞ്ചായിട്ട് കൊടുക്കും. അവൻ ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടമാണ്. സാധാ ചോറ് വലിയ താല്പര്യമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അധികം കൊടുക്കുക. അപ്പോൾ അതാ ഒന്ന് ഫില്ലിങ്ങൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. അവന് വലിയ ഇഷ്ടമാണ് ലഞ്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ. സോയാബീൻ തന്നെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ റൈസും കഴുകിയിട്ട് ഊറ്റിയിട്ടുണ്ടായിരുന്നു. അരി നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ മസാലയൊക്കെ എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പാകമുണ്ടോ നോക്കി ഒക്കെ ഇട്ട് കൊടുത്ത് കറിവേപ്പില, മല്ലിയില അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കാൻ തുടങ്ങാം. നെയ്ച്ചോറ് വെക്കുന്നത് തന്നെ, നെയ്ച്ചോറ് വെക്കാനാണ് പോകുന്നത്. കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും. അപ്പോൾ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്ക ഇട്ട് കൊടുത്തിട്ടില്ല, പട്ടയും ഗ്രാമ്പൂ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്.
നമ്മൾ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറിനൊക്കെ വെക്കുമ്പം ആഡ് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെ. എന്നിട്ട് കണക്കായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് ഇതിൽ തന്നെയാണ് ഞാൻ മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൽ വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ച അരിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ മസാലയും രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ചെയ്യാം. കുക്കറിൽ നെയ്ച്ചോറ് എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് സിമ്പിളായിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടെ പറയാം. അരിയും ഇതൊക്കെ ഇട്ടതിന് ശേഷം മൂടിയിട്ട് ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഒരു 2-3 മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ. എന്നിട്ട് ആ വിസിൽ ഒന്ന് പൊക്കിയിട്ട് എല്ലാം ആവി ഫുള്ള് പോക്കുക. എന്നിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ തന്നെ മിക്സ് ചെയ്യണ്ട. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇതേപോലെ സ്പൂൺ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇട്ട് ഇളക്കരുത്, അപ്പോൾ പിന്നെ ഒന്നും കൂടെ ആ ചൂടിൽ കിടന്ന് വെന്ത് പോവും. നെയ്ച്ചോറിൻ്റെ അരി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബസ്മതിയൊക്കെ ആകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തൈരിൽ തുറമാങ്ങ എന്നിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ഉണക്കിയ മാങ്ങ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണത്. അതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനെടുത്താണ്. അച്ചാറോ പപ്പടോ അങ്ങനെ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇത് സിമ്പിൾ റൈസ് റെസിപ്പിയാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോയാബീൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും. പിന്നെ ചിക്കൻ വെച്ച് ബീഫ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇറച്ചി ചോറൊക്കെ ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുക. കറി പോലെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഇതിൽ മിക്സിൽ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് ഈവനിങ് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് മോൻ്റെ ഡെൻറ്റിസ്റ്റിൻ്റെ. അങ്ങനെ അവൻ്റെ ക്ലിപ്പ് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലിപ്പിൻ്റെ ഏകദേശം അഴിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ വന്നതാണ്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരാനാണ് ഡോക്ടർ പറഞ്ഞത്. ക്ലിപ്പ് അയച്ചിട്ട് സിംഗിൾ ക്ലിപ്പ് ഉണ്ടല്ലോ, അതൊക്കെ ഇടണം. അപ്പോൾ അതിന് കുറച്ച് സമയമൊക്കെ എടുക്കും. അതിൻ്റെ അളവൊക്കെ എടുക്കണം. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ചായ കുടിക്കാൻ കയറി. ഗ്രാൻഡ് ബേക്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ചായയും 2 ജ്യൂസാണ്. അതിൻ്റെ കൂടെ ബാബൂസും വാങ്ങി കഴിച്ചു. ഫ്രൈഡും അല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.